ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. മധ്യബംഗാൾ ഉൾക്കടലിനും വടക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം തിങ്കളാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമാകുമെന്ന് മെറ്റ്ബീറ്റ് വെതർ. നിലവിൽ വടക്കുദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തിങ്കളാഴ്ചയോടെ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ, പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ, ബംഗ്ലാദേശ് തീരത്തിന് സമീപത്തുവെച്ചാണ് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുക. തുടർന്നുള്ള 3-4 ദിവസങ്ങളിൽ പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് പ്രവേശിക്കും. വളരെ സാവധാനമാണ് ഈ ന്യൂനമർദ്ദം ശക്തിപ്പെടുക. ബംഗാൾ ഉൾക്കടലിലെ ഇക്കഴിഞ്ഞ ന്യൂനമർദ്ദം പോലെ പെട്ടെന്ന് ശക്തിപ്പെടുകയും കരകയറുകയും ചെയ്യാതെ കടലിൽ തന്നെ തുടരുകയാണ് ചെയ്യുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തെ ഇത് കാര്യമായി ബാധിക്കുന്നില്ലെങ്കിലും ഇന്നുമുതൽ വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് നേരിയ മഴയോ ഇടത്തരം മഴയോ പ്രതീക്ഷിക്കാം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. അതിനിടെ അറബിക്കടലിലെ അസ്ന ചുഴലിക്കാറ്റ് ചക്രവാതച്ചുഴിയായി തെക്കൻ ഒമാൻ തീരത്ത് ദുർബലമായി. കേരളത്തിൽ നാളെ കാസർകോട് മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. തിങ്കളാഴ്ച കണ്ണൂർ, കാസർകോട് ജില്ലകളിലും കോഴിക്കോട് ജില്ലയുടെ ചില ഭാഗങ്ങളിലും മഴ ശക്തിപ്പെട്ടേക്കും. എന്നാൽ ദിവസം മുഴുവൻ സമയവും നീണ്ടുനിൽക്കുന്ന മഴയോ തീവ്രമഴയോ പ്രതീക്ഷിക്കുന്നില്ലെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. ചൊവ്വാഴ്ച കണ്ണൂർ, കാസർകോട്, മംഗലാപുരം, തെക്കൻ കേരളത്തിലെ ചില പ്രദേശങ്ങൾ ഉൾപ്പെടെ മഴസാധ്യതയുണ്ട്. ന്യൂനമർദ്ദം ശക്തിപ്പെടുന്നതുമൂലമാണ് സംസ്ഥാനത്തും മഴ അല്പം കൂടുന്നത്. ന്യൂനമർദ്ദം കരകയറി ദുർബലമാകുന്നതോടെ ഈ മഴയുടെ ലഭ്യതയിലും സംസ്ഥാനത്തുൾപ്പെടെ കുറവുണ്ടാകുമെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.